ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്ടിവിറ്റിക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അനീഷും ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയും തമ്മിൽ ഒരു വഴക്കുണ്ടായിരിക്കുകയാണ്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അത് ഭയങ്കര വലുതാക്കി ഊതി പെരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്കുള്ള ടാസ്ക് ആണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പോകുന്നേ? ഇതാണ് ഇവിടെ നടന്ന സംഭവം. അതായത് ആ ബെല്ലടിക്കുന്നു, ആ ലെറ്റർ പോയി എടുക്കണമല്ലോ. സോ അത് എടുക്കാനായിട്ട് ആര്യൻ ഫ്രണ്ടിൽ നിന്ന് ഓടുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മുടെ അനീഷ് വെപ്രാളം പിടിച്ച് ഓട്ട മത്സരത്തിന് ഓടുന്ന പോലെ പുള്ളി ഓടാണ്. അതിൻ്റെ ബാക്കിൽ നിന്ന് ബിന്നി പോവുകയാണ്. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളത്തെ ക്യാപ്റ്റന്മാർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാ സീസണിലും കാണുന്നത് എന്താണ്, ഇത്തരം ലെറ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അതെടുക്കാൻ, ഇത്തരം സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസാണ്. ഇത്രയും നാളുണ്ടായിരുന്ന ക്യാപ്റ്റന്മാർക്ക് അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ബട്ട് ഇപ്പോൾ ബിന്നി അത് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ്, അപ്പോൾ ക്യാപ്റ്റനാണ് പോയി എടുക്കേണ്ടത്. അതെടുക്കാൻ അനീഷേട്ടൻ എന്തിനാണ് പോകുന്നത്, അങ്ങനെ ഒരു സ്പേസ് എനിക്ക് താന്ന് ബിന്നി പറയാണ്. അനീഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിന് പോയി അത് എടുക്കണം. ഇത്രയും നാൾ അനീഷാണ് അത് ചെയ്തിരുന്നത്, അതുകൊണ്ട് അങ്ങോട്ടും അനീഷ് തന്നെ ചെയ്യണം. ബാക്കിയുള്ളവർ എന്തിനാണ് അത് എടുക്കുന്നത്, ബിന്നി എന്തിനാണ് അത് പോയി എടുക്കുന്നതെന്നാണ് അനീഷിന്റെ വാദം. ഇതും പറഞ്ഞിട്ട് അവിടെ ഭയങ്കര വഴക്കായിരിക്കുകയാണ്. അനീഷ് ഇപ്പൊ കിച്ചന്റെ ക്യാപ്റ്റനാണ്. അനീഷ് അവിടെ ചപ്പാത്തി എന്തോ പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ബെല്ലടിക്കുമ്പോൾ അനീഷ് ഓടുന്നത്. അപ്പൊ ബിന്നി പറയുന്നത്, അനീഷിന്റെ ഡ്യൂട്ടി ചെയ്തൂടെ, ഇത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. ആവശ്യമില്ലാത്ത ആവേശമൊന്നും വേണ്ട കേട്ടോ. ആദ്യം സ്വന്തം പൊസിഷൻ മനസ്സിലാക്കി എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. ആദ്യം താങ്കളുടെ ബെല്ലടിച്ചാ പോവാതിരിക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ എല്ലാവരും പറയണ്ടല്ലോ പോവരുത്. ഇത്ര നാള് ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇത്ര നാള് ആർക്കും ഇല്ലാത്ത ഒരു വിഷമം ഇപ്പൊ പെട്ടെന്ന് 2 ദിവസമായിട്ട് ഞാൻ പോവാൻ പാടില്ല. ഇപ്പോൾ അനീഷിന്റെ പ്രശ്നം ഇതാണ്. അനീഷ് ഇപ്പോൾ പറയുന്നത്, ഫാമിലി വന്നു പോയതിനു ശേഷം ബാക്കിയുള്ളവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നു. ഇപ്പൊ തന്നെ ബിന്നി പോയി എടുത്തത്, അനീഷ് പറയുന്നത് ഫാമിലി വന്നു പോയതിനു ശേഷമാണ് ബിന്നിക്ക് ഈ ഒരു മാറ്റം. ഇത്രയും നാള് ആർക്കും ചെയ്യേണ്ടായിരുന്നു, അനീഷാണ് പോയി എടുത്തത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് അനീഷ് ബാക്കിയുള്ളവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോഴോ, ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള സമയമാകുമ്പോഴോ, ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് വരുമ്പോഴോ ഒക്കെ നമ്മൾ കാണുന്നതാണ് അനീഷ് ഓടാണ്. അനീഷിന് ബാക്കിയുള്ളവരോട് പ്രൂവ് ചെയ്യണം ദാറ്റ് അനീഷാണ് അതിനകത്തെല്ലാം ചെയ്യുന്നത്. അനീഷ് എന്തോ വലിയ ആളാണെന്ന് അനീഷിന് ബാക്കിയുള്ളവരോട് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പാവം അനീഷ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇത്രയും നാൾ അനീഷാണ് ചെയ്തത്, അതുകൊണ്ട് അനീഷിന് തന്നെ അത് ചെയ്യണം. ക്യാപ്റ്റനായ ബിന്നി അത് ചെയ്യേണ്ടെന്നാണ് അനീഷ് പറയുന്നത്. ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നിടത്ത് വെട്ടിറിഞ്ഞിട്ട് പോയി. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് എവിടെയും പറഞ്ഞിട്ടില്ല അനീഷ് മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ അനീഷിന്റെ ഡ്യൂട്ടിയാണ് ഇത് പോയി എടുക്കുക, വായിക്കുക എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. എങ്ങും റൂൾസിൽ പറഞ്ഞിട്ടില്ല. അനീഷ് പോയി എടുക്കുമായിരുന്നു, നല്ലത് തന്നെയാണ്. ഇത്രയും നാളത്തെ ക്യാപ്റ്റന്മാർക്ക് അതൊരു ഇഷ്യൂ ആയിരുന്നില്ല, അല്ലെ? അവർ മടിയന്മാരായിരുന്നു എല്ലാം, സത്യം പറയല്ല. അവർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. അവർക്കതൊരു ഇഷ്യൂ, അതൊരു കൺസേൺ അല്ലായിരുന്നു. ആര് പോയി എടുത്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളതിലായിരുന്നു. പക്ഷെ നമ്മളെല്ലാ സീസണിലും കാണുന്നത് അത് സത്യം പറഞ്ഞാൽ ക്യാപ്റ്റനാണ് അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അത് റൂളല്ല, ബട്ട് ക്യാപ്റ്റൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അതങ്ങനെ ചെയ്യേണ്ടത്. ഫോളോ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അനീഷ് പറയുന്നത് ഫാമിലി വന്നു പോയതിന് ശേഷമാണ് ബിന്നിക്ക് അത് എടുക്കണം എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അത് വെറുതെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ് അനീഷ് ചെയ്യുന്നത്. അനു ഒക്കെ പറയുന്നുണ്ട്, അനുവും നൂറെ ആദില അവരെല്ലാവരും പറയുന്നുണ്ട്, ബിന്നിയും പറയുന്നുണ്ട്. അതായത് എങ്ങും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇത് അനീഷിന്റെ ഡ്യൂട്ടിയാണ്, അനീഷ് മാത്രമേ ഇത് ചെയ്യാവൂ, അനീഷ് മാത്രമേ ഇത് പോയി എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അനീഷ് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ മാത്രമാണ് അനീഷ്. അനീഷ് എപ്പോഴും പ്രവർത്തിക്കുന്നതും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, അനീഷിനൊരു പ്രത്യേക പരിഗണന വേണം. ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും അനീഷിന്
ഇങ്ങറ്റത്തിരിക്കണം. അനീഷ പറയുന്ന അത് എൻ്റെ സീറ്റാണ്, അവിടെ ഞാനാണ് ഇരിക്കുന്നത് എന്ന് വെച്ച് വേറെ ആർക്കും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ആദില നൂറ അങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറിയിരുന്നപ്പോഴത്തേക്ക് അനീഷ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അനീഷ് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് കൊച്ചു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യുന്ന, ഇമ്മച്യൂർ ആയിട്ട് ചില സമയത്ത് അനീഷ് ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്തൊക്കെ അനീഷ് അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അനീഷിൻ്റെ സീറ്റാണ്, അനീഷിനെ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് അനീഷ് അവിടെ പെരുമാറുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലായിടത്തും. ഇപ്പം തന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് ആ ഒരു സാധനം, ആ ഒരു ലെറ്റർ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അനീഷിന് അത് ചെയ്യണം, ബാക്കിയുള്ളവർ ഇത് ചെയ്യേണ്ട എന്നുള്ളത്. ഇത്രയും നാൾ ബാക്കിയുള്ളവർ ചെയ്യില്ല, അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇത്രയും നാളത്തെ ക്യാപ്റ്റൻസ് ചെയ്യാത്തത്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ക്യാപ്റ്റൻസിൻ്റെ ശരിക്കും പറഞ്ഞത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഇത്രയും നാൾ ക്യാപ്റ്റൻസ് അത് ചെയ്യാതിരുന്നത് അത് അവർക്കതൊരു കൺസേൺ ആയിരുന്നില്ല. അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. അവന്മാർ മടിയന്മാരായതുകൊണ്ട് അവന്മാർ അവിടെ എവിടെയൊക്കെ കറങ്ങി നടന്നു. ഇപ്പോൾ ബിന്നിയാണ് ക്യാപ്റ്റൻ. സോ ക്യാപ്റ്റൻ ഡിസൈഡ് ചെയ്യും അവിടെ ആര് പോയി എടുക്കണം എന്നുള്ളത്. വേറെ ആര് ക്യാപ്റ്റൻ ആണെങ്കിലും അനീഷിൻ്റെ ഉള്ളിൽ ഹീ ഈസ് ദ ക്യാപ്റ്റൻ. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാണ് അതോറിറ്റി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ സ്റ്റോറിലേക്ക് പോയത്, ഞാൻ ഒന്നും എടുക്കരുത് എന്നുള്ള രീതി വന്നത്, അതെന്താ? ഇത്ര നാളെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത്രയും നാൾ എന്താ ചെയ്യാത്തതെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ഇത്രയും നാളത്തെ ക്യാപ്റ്റൻസിന് അതൊരു സംഭവം ആയിരുന്നില്ല. ഇപ്പൊ ക്യാപ്റ്റൻ ബിന്നിയാണ്. അത് എന്തുകൊണ്ട് അനീഷ് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. വേറെ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഫാമിലി വന്നു പോയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ പോയി എടുക്കണം എന്നുള്ള മൈൻഡ് വന്നത് ഫാമിലി വന്ന് പോയതിന് ശേഷം എന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. അനീഷിൻ്റെ ഫാമിലിയാണ് ആദ്യം വന്നത്. ഈ ഫാമിലി വന്ന് പോയതിന് ശേഷമാണ് അനീഷ് ഇത്തരം സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സിന് ഇത്രയും, അതായത് ആദ്യം പുള്ളി ചെയ്തിരുന്നത് പോലെ, ആദ്യം വന്നപ്പോൾ അനീഷ് ചെയ്തിരുന്നത് എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള സംഭവം. അതിപ്പോൾ വീണ്ടും അനീഷ് ആ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. ഒൺലി ബിക്കോസ് അനീഷിൻ്റെ സഹോദരൻ അനീഷിനോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നപ്പോൾ നീ എങ്ങനെയാണോ നിന്നത് അതുപോലെ നിൽക്കുക എന്ന് അനീഷിൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അനീഷിനത് മനസ്സിലായി. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫാമിലി വന്ന് പോയതിന് ശേഷം നല്ല വ്യത്യാസമുള്ളത് ഞാൻ പറയും അനീഷിനും ഷാനവാസിനുമാണ്. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് കൊളുത്തേണ്ടതെന്നൊക്കെ ഉള്ള സംഭവം അവർക്ക് കത്തിയിട്ടുണ്ട്. അനീഷിൻ്റെ ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ, അതായത് ഇറിറ്റേറ്റിംഗ്, ബാക്കിയുള്ളവരെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം അതിലേക്ക് അനീഷ് വീണ്ടും ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ ഒരു കുഞ്ഞു കാര്യമാണ്. ഈ പുള്ളിയുടെ ഈ ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് ഉണ്ടല്ലോ, കാണുന്നവർക്ക് ഒരു ഫീലുണ്ട് ഈ പുള്ളി റിയൽ ലൈഫിൽ വെറും ഫെയിലിയർ ആണെന്നുള്ള കാര്യം. ഗെയിമിൽ, ബിഗ് ബോസ് ഹൗസിൽ ഇത് വർക്കൗട്ട് ആവുമായിരിക്കും. പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് ഇത് ഇയാളൊരു ഗെയിമർ ആണെന്ന് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ പറയും ഇൻ റിയൽ ലൈഫ് അട്ടർ ഫെയിലിയർ ആണെന്ന് പറയും. ഈ ഒരു സ്വഭാവമാണ് പുള്ളിയുടെ റിയൽ ക്യാരക്ടർ എന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇയാളുടെ റിയൽ ക്യാരക്ടർ എങ്കിൽ ഫെയിലിയർ ആണ് സത്യം പറഞ്ഞാൽ. ക്യാപ്റ്റന്റെ ജോലിയാണെന്ന് ഇവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഫാമിലി വന്നപ്പോൾ ഇപ്പോൾ അനീഷിനെ അതിനകത്തോട്ട് കയറ്റുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത്. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അനീഷ് പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മാറ്റർ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരേണ്ട, ഫാമിലി വന്നു പോയതിന് ശേഷമാണ് എന്നുള്ളൊരു ടോക്ക് ഈ ഒരു പ്രശ്നത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ അത് എടുത്തിട്ടത് ഇൻ റിയാലിറ്റി അനീഷിന് ഫാമിലി വന്നു പോയതിന് ശേഷമാണ് ഈ ഒരു ക്യാരക്ടർ ചേഞ്ച്, ഒരു സ്വിച്ച് ഉണ്ടായത്. പക്ഷേ ആള് വരുത്തി തീർക്കുന്നത് ബാക്കിയുള്ളവർക്ക് ചേഞ്ച് ഉണ്ടായി എന്നുള്ള രീതിയിലാണ്. അതായത് ബാക്കിയുള്ളവർ അനീഷിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ അനീഷ് അവിടെ വാദിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് മാറ്റം ഉണ്ടായി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാണ് ബാക്കിയുള്ളവരെ. ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്യാപ്റ്റന്റെ ജോലിയാണെന്നുള്ളത് ബിഗ് ബോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് ഞാൻ തന്നെ പോയിരുന്നു? ഇത്രയും കാലം ഇപ്പൊ 2 ദിവസമായിട്ടാണ് എനിക്ക് സ്റ്റോർ റൂമിൽ ഇട്ടെറിഞ്ഞിട്ട് പോയി ഇതെടുക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല. താങ്കളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മുന്നു വരെ ഞാനാ ചെയ്തിരുന്നത്. അപ്പൊ ബാക്കി എല്ലാവരും വരാത്തത് എന്തുകൊണ്ട്? അതേപോലെ നിൽക്കുന്നതുകൊണ്ട് പറയാണ്. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ആദിലും ന്യൂറയും ക്യാപ്റ്റന്റെ ജോലിയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അനീഷ് ചോദിക്കുന്നത്.
അനീഷിൻ്റെ ജോലിയാണ് ആ ലെറ്റർ പോയി എടുക്കേണ്ടതെന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല. ബട്ട് ക്യാപ്റ്റന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാം, ക്യാപ്റ്റൻ ഇത്തരം കാര്യങ്ങളിൽ ഡിസൈഡ് ചെയ്യാം. അത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട്. പക്ഷെ അനീഷ് ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അനീഷ് ഇത്തരം രീതിയിൽ ഇമ്മച്യൂർ ആയിട്ട് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് ബാക്കിയുള്ളവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. സാഹിത്യകാരനാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇമ്മച്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിട്ടാണ് അനീഷ് വന്നിരിക്കുന്നത്. മനുഷ്യന് ഒരു തരത്തിൽ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ച് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത്രയും സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സമാധാനിപ്പിക്കുന്ന അനീഷിനെയാണ് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടത്. ആ ഒരു സമയത്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഈ പുള്ളി ഒരു മനുഷ്യനാണല്ലോ എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങിയ ആ ഒരു സമയത്താണ്. ഇപ്പം വീണ്ടും പുള്ളി പഴയ ട്രാക്ക് പിടിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ഹിയർ ദറ്റ് ഫാമിലി വന്നു പോയതിന് ശേഷം ശരിക്കും മാറ്റമുള്ളത് അനീഷിനാണ്. ഇത്രയും നാൾ ഞാനാണ് അത് പോയി എടുത്തത്, എനിക്ക് ഇനി എടുക്കണം, ബാക്കിയുള്ളവർ എടുക്കണ്ട, നീ എന്തിനാ അത് പോയി എടുത്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ചുമ്മാ അനീഷ് ഇങ്ങനെ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിട്ടാണ് അനീഷ് വരുന്നത്. പിന്നെ പുള്ളി ഒരു ഗെയിമറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ ചുമ്മാ ഇങ്ങനെ ചൊറിയുന്നത് ചിലപ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകർക്ക് അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ഫീൽ ചെയ്തേക്കാം. ഈ ഒരു ക്യാരക്ടർ ഇത് അൺസഹിക്കബിൾ ആണ്. പുള്ളിയുടെ സഹോദരൻ വന്നിട്ടാണ് ഇത് കൊളുത്തി കൊടുത്തത്. ആദ്യം എങ്ങനെയാണോ നിന്നത് ഒറ്റയ്ക്ക് എല്ലാ സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സിൽ എങ്ങനെയാണോ പ്രശ്നം ഉണ്ടാക്കി ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തത് അതുപോലെ നിൽക്കണം എന്ന് പുള്ളിയുടെ സഹോദരനാണ് വന്നിട്ട് കൊളുത്തിയത്. പുള്ളിക്ക് ആളാവാൻ വേണ്ടിയിട്ടാണ് പുള്ളി കിടന്ന് കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് എൻ്റെ റിയാക്ഷനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബട്ട് ഓരോ ആൾക്കാർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ആണെന്ന് കാണുമ്പോൾ ഇഫ് യു ആർ ആൻ അനീഷ് ഫാൻ മേ ബി നിങ്ങൾ ബ്ലൈൻഡായിട്ട് ബിഗ് ബോസ് കാണുന്നു, അല്ലെങ്കിൽ അനീഷ് ഇത്തരം സില്ലി മാറ്റേഴ്സിൽ ഇങ്ങനെ ഇഷ്യൂസ് ഇങ്ങനെ ബ്ലോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഗൈസ്.